ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഡീപ്പ് നെക്ക് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. അതായത് നെക്ക് വൈഡോടുകൂടി ഒരു ബ്ലൗസ് നല്ല വൈഡോടുകൂടി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിന് വേണ്ടി നമ്മൾ 1 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർപകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ തുണിയുടെ കട്ടിംഗ് ടൈമിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. രണ്ട് സ്ഥലത്ത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത് 5.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. കേട്ടോ, നമ്മൾ രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു 5.25 ഇഞ്ച്. കേട്ടോ, ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ നേരെ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. ആളുടെ ബോഡി നേരത്തുള്ള മെഷർമെൻ്റ് ആണ്. 35 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 39 ഇഞ്ച്. 39ൻ്റെ 4 ഭാഗം 9.25 ഇഞ്ചാണ്. ഈ ഒരു 9.25 ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് 9.25 മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 7.5 3/4 8.25 ഇഞ്ച്. ഈ ഒരു 8.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. കേട്ടോ, പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഇവിടെ നേർപകുതി നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടില്ല 5.25ൻ്റെ നേർപകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മുടെ ആം ഹോൾ ഷേപ്പ് ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പിനെ റൗണ്ടിൽ പിടിക്കുക. നമുക്കിത് 7.25 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. കേട്ടോ, അത് നമുക്ക് കറക്റ്റായിട്ട് 7.25 ഇഞ്ച് ആ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 7.25 ഇഞ്ച് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ 7.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. കേട്ടോ, 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 9.25 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഇവിടെ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുതലായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൻ്റെ സെൻറ്ററിലേക്ക് കണ്ടോ നമ്മൾ ആ ഒരു നേരെ പകുതിയിൽ മാർക്ക് ചെയ്തിട്ടില്ലേ അതിലേക്കാണ് ഈ ഒരു മാർക്കിംഗ് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ഷോൾഡർ തയ്ച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.5 ഇഞ്ച് മാത്രമേ നമുക്ക് ഷോൾഡർ ഫിനിഷിങ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതായത് നമുക്ക് വൈഡ് നമുക്ക് 3 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ ബ്ലൗസിന് നമ്മുടെ 35 ഇഞ്ച് ചെസ്റ്റ് അളവിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മളിത് വൈഡ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഫിനിഷിങ് നമുക്ക് 1.5 ഇഞ്ച് മതി. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരുന്നു. കേട്ടോ, ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ്ങിൽ നെക്ക് മാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്ക് ഡാർട്സിന് വേണ്ടി ഒരു മാർക്ക് കൊടുക്കണം. ഈ ഒരു ഡാർട്സിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. കേട്ടോ, ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് നമ്മളിവിടെ ഉൾവശത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുത്ത ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. കേട്ടോ, ഇതുപോലെ നമ്മുടെ ആം ഹോള് കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും. കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുക.
നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തത്, മാർക്കിംഗ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ഉണ്ടോ ഈ ഒരു രീതിയിൽ ഇതുപോലെ വെക്കും. തുണി നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് നേരെ തിരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഈ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ബാക്ക് പീസിന് ഇവിടെ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ ഫ്രണ്ട് പീസിൽ തീരെ തയ്ക്കാൻ, നമ്മുടെ ഹൂക്കൊക്കെ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള, ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള 1/4 ഇഞ്ചാണത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് വൈഡ് കൊടുത്തത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3.25 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു 3.25 ഇഞ്ച് നമ്മൾ ഇവിടെ വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു കേട്ടോ. 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യും. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണത്. സൈഡിൽ നിന്ന് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇവിടെ നിന്ന് കണ്ടോ, ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരെയുള്ള മാർക്കിൽ നിന്നാണ് 3 ഇഞ്ച് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരുന്നു. ഇനി നമുക്കിവിടെ ബാൻഡിന് വേണ്ടി നമ്മളിവിടെ ഒരു 4.25 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനുവേണ്ടി ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.25 മാർക്ക് ചെയ്യുന്നു. ഇവിടെയും ഫ്രണ്ട് ഭാഗത്തും നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കും മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇതുപോലെ വെച്ച് കട്ടിങ് തുടങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ, ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണത്. ഫ്രണ്ട് പീസിൽ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ അതേ അളവ് കണ്ടോ, നമ്മുടെ ബാക്ക് പീസിൻ്റെ ആം ഹോളിൻ്റെ റൗണ്ടിനനുസരിച്ച് നമ്മൾ അതേ രീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ഈ ഒരു ബാൻഡിന് മാർക്ക് ചെയ്ത് തൊട്ടുള്ള ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് നമ്മളെടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് 9.25 ഇഞ്ച് കണ്ടോ. മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ 9.25 ഇഞ്ച് മെയിൻ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. രണ്ട് ഭാഗത്തുള്ള മെയിൻ ടക്കുകളും തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അതുപോലെ ഇവിടെയും 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ 4.25 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.25 ഇഞ്ച് കൊടുക്കുന്നു. സൈഡിൽ നമ്മൾ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ. ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ പീസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു പീസിൽ തന്നെ നമ്മൾ ബാൻഡ് കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മളിത് വേറൊരു പീസിലാണ് കട്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു തുണിയിൽ തന്നെ ബാക്കി ഉണ്ടായാൽ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതലാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ, നമ്മളിവിടെ നിന്ന് വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരവശമാണിത്. ആ ഒരു പീസാണ് നമ്മൾ ഇവിടെ വെച്ച് ബാൻഡിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇവിടെ കാണുന്നുണ്ടോ, നമ്മൾ ആ ഒരു കട്ടിങ്ങിൻ്റെ മാർക്കിംഗ് കാണുന്നുണ്ടോ അടിവശത്ത്, അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു 1/4 ഇഞ്ച് തീരെ തയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന 1/4 ഇഞ്ചാണ്. അതിനുശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇതുപോലെ
കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ബാൻഡ് കിട്ടി. അപ്പോൾ ബാൻഡിൻ്റെ സൈഡ് വശം ഇത് നമ്മുടെ ഫ്രണ്ട് വശം. അപ്പോൾ ഫ്രണ്ട് വശം നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഷേപ്പ് ചെയ്ത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഡാർട്സുകളൊക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഡാർട്സിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും നമ്മൾ 1.5 ഇഞ്ച് വീതം, അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേർ പകുതി സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞ് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സെൻട്രൽ ഡാർട്സ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ്. നമ്മുടെ ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 2.25 ഇഞ്ച്. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മളിത് ഫ്രണ്ട് നെക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. 1/4 ഇഞ്ച് പീസാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു 1.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് വരെ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടക്ക് നമുക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കട്ടിങ്ങിൽ 3 ടക്കുള്ള ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേർ പകുതിയായി മടക്കിയെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു തുണിയെ കണ്ടോ ഇതുപോലെ മടക്കിയെടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളിത് നേർ പകുതിയായി വീണ്ടും മടക്കിയെടുക്കും കണ്ടോ. മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ പകുതിയായി മടക്കിയെടുത്ത് നമ്മളിവിടെ ഒരു ലൈൻ കൊടുത്ത് തുണിയുടെ ക്രോസൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കുകയാണ്. കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ്, നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ കൈയുടെ താവുവശം മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മളിവിടെ വരയുന്നു. നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. 3.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 8.25. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 7.25. ഇതുപോലെ ടൈപ്പിനെ ക്രോസിൽ പിടിച്ച് 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ 7.25 ഇഞ്ചാണ് കിട്ടിയത് കണ്ടോ. ഈ ഒരു 7.25 ഇഞ്ചാണ് നമ്മൾ അളന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു 7.25 സ്ലീവിലും കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ 7.25 മാർക്ക് ചെയ്ത് പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കൈയുടെ താവ് വശത്തുള്ള ലൂസ് എത്രയാണോ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു കേട്ടോ. ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു 3.5 ഇഞ്ച് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് കറക്റ്റ് ഇതുപോലെ കൊണ്ടുവരും. ഇനി നമ്മൾ ഈ ഒരു അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് വെച്ച് മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലേക്ക് കയറ്റി വെക്കുക കണ്ടോ. ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതുപോലെ കയറ്റി വെച്ച ശേഷം നമ്മുടെ കൈയുടെ മാർക്കിൽ കൂടി ഈ ആം ഹോളിൻ്റെ റൗണ്ടർ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും അതുപോലെ തന്നെ കൈയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ. ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് ചെയ്താൽ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് നമ്മുടെ
പഫിന് വേണ്ടി നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് 2 ഇഞ്ച് 2.5 2 3 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എത്ര ഉയരത്തിലാണോ നമുക്ക് പഫ് കിട്ടേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പഫാണെങ്കിൽ നിങ്ങൾക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് ഈ ഒരു തോൾ വശത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. അതുപോലെ തന്നെ കൈയുടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നൊരു പീസ് നമ്മൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഫ്രണ്ട് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മുടെ സ്ലീവിന് ഇതുപോലെ വെച്ച് ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്നും കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.